പ്രകടിപ്പിക്കാനുള്ളതാണ് സ്നേഹം, പക്ഷേ പ്രകടന പരതയാകരുത് സ്നേഹം. ഒരിക്കൽ ഒരു ഭാര്യയും ഭർത്താവും കൂടി ഒരു മൃഗശാലയിലേക്ക് പുറപ്പെട്ടു. മൃഗശാലയിൽ അവർ ആദ്യം ഒരു കുരങ്ങന്റെ കൂട്ടിലേക്ക് ചെന്നത്. അവിടെ അവർ കണ്ട കാഴ്ച ആൺകുരങ്ങും പെൺകുരങ്ങും ഒത്തിരി സ്നേഹത്തോടെ മുട്ടിയിരുമ്മി അവരുടെ സ്നേഹപ്രകടനങ്ങൾ നടത്തുന്നതാണ്. ഉടനെ തന്നെ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, നോക്കൂ, ഈ കുരങ്ങുകൾക്ക് എന്ത് സ്നേഹമാണ്, ഇവ തമ്മിൽ ഒരുപാട് ഇണങ്ങിയാണ് ജീവിക്കുന്നത്. അതിനുശേഷം അവർ ഒരു സിംഹത്തിന്റെ കൂട്ടിലേക്ക് ചെന്നു. അവിടെ കൂടിന്റെ ഒരറ്റത്ത് ആൺസിംഹവും മറ്റേ അറ്റത്ത് പെൺസിംഹവും ഇരിക്കുകയാണ്. അവർ പരസ്പരം നോക്കുന്നുകൂടിയില്ല. ഉടനെ ഭാര്യ വീണ്ടും പറഞ്ഞു, നോക്കൂ, ഇവ തമ്മിൽ പ്രത്യേകിച്ച് അടുപ്പമൊന്നുമില്ല, ഈ ആൺസിംഹവും പെൺസിംഹവും നോക്കുന്നുകൂടിയില്ല. ഉടനെ ഭർത്താവ് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ഒരു കല്ലെടുത്ത് പെൺസിംഹത്തെ ഒന്ന് എറിഞ്ഞു നോക്ക്. അവൾ ഉടനെ തന്നെ ഒരു കല്ലെടുത്ത് പെൺസിംഹത്തെ എറിഞ്ഞു. അപ്പോഴേക്കും ആൺസിംഹം ഗർജിച്ചുകൊണ്ട് പെൺസിംഹത്തെ രക്ഷിക്കാനായി അവിടെ ഓടിയെത്തി. എന്നിട്ട് പറഞ്ഞു, ഈ ചെയ്ത പ്രവൃത്തി നേരത്തെ കണ്ട കുരങ്ങ് കൂട്ടിലും കൂടി നീ ചെയ്യ്. ഭാര്യ പോയി ആ കുരങ്ങിനെ ഒന്ന് എറിഞ്ഞു. എറിഞ്ഞ ഉടനെ ആൺകുരങ്ങ് അവളെ വിട്ടിട്ട് ഒറ്റ ഓട്ടം ഓടി. അതെ, പ്രകടിപ്പിക്കാനുള്ളതാണ് സ്നേഹം എന്ന് വാദിക്കുമ്പോഴും പ്രകടന പരതയാകരുത് സ്നേഹം എന്നുകൂടെയുണ്ട്. നമുക്ക് ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഉപകരിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ നമ്മെ സ്നേഹിക്കുന്നവർ. അതുകൊണ്ടാണ് ഗാനത്തിൽ ഇങ്ങനെ പാടുന്നത്, ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ നിൻ കൂടെ കരയാൻ നിൻ നിഴൽ മാത്രം വരും. സ്നേഹത്തിന് പ്രത്യേകിച്ച് പൊതു നിയമങ്ങളില്ല, അത് തികച്ചും വ്യക്തിപരമാണ്. സിനിമയിലും കഥകളിലും കാണുന്നത് പോലെ തന്നെ സ്നേഹിക്കണമെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. ആയതിനാൽ യഥാർത്ഥ സ്നേഹത്തെ തിരിച്ചറിയുക. യഥാർത്ഥ സ്നേഹം, സത്യസന്ധമായ സ്നേഹം മറ്റുള്ളവർക്ക് നൽകാനും പഠിക്കുക. അതൊരിക്കലും സ്വാർത്ഥപരമാകരുത്. നന്ദി.